ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അവർ കാനഡ. ഇന്ന് രാവിലെ ആയി കേട്ടോ. നമ്മുടെ ഫ്രണ്ട് നാനയുടെ അവിടെയാണ്. ഫിറോസൊക്കെയുണ്ട്. ഫിറോസക്ക ഇവിടെ വന്നിട്ട് 25 കൊല്ലമായി കേട്ടോ. ഫിറോസക്ക ഇവിടെ തായ്ലൻഡിൻ്റെ വേറൊരു ഭാഗമാണ്, നമ്മളവിടെ പോകുന്നുണ്ട്. 25 കൊല്ലം മുകളിലായി ഫിറോസക്ക തായ്ലൻഡ് 24 പറഞ്ഞത്. അതെ, നമുക്ക് ചോദിക്കാം, അദ്ദേഹത്തോട് ചോദിക്കാം. പിന്നെ ഇപ്പം ഫിറോസക്കയുടെ ഫ്രണ്ടാണ് നാന എന്ന് പറഞ്ഞ ലേഡിയില്ലേ. അപ്പം നാനയുടെ വീട്ടിൽ വന്നതാണ്. ഇത് നാനയുടെ വീടാണ് കേട്ടോ. നാനയ്ക്ക് ചെറിയ കോക്ടെയിൽ ഒക്കെ ഉണ്ടാക്കുന്ന ഹോട്ടലും വലിയ അങ്ങനത്തെക്കുള്ള മേഖലയിലാണ് പുള്ളിക്കാത്തിയുടെ ബിസിനസ്. വില്ലേജിലുള്ള വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. ഈ വീടിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. വീട് പഴയ ടൈപ്പ് വീടാണ്, എന്നാൽ പുതിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ കൃഷിയുമുണ്ട്. ഇത് ഫുക്കറ്റിൽ നിന്ന് 7 മണിക്കൂർ മാറി പത്തലൂങ് എന്ന് പറയുന്ന സ്ഥലമാണ്. പത്തലൂങ് ഇങ്ങനെ പറയണം. ഞാൻ ആദ്യമേ വെസ്റ്റ് ആറ്റിലേക്ക് വന്നിട്ട് പത്തലോങ് പറഞ്ഞാൽ ആർക്കും മനസ്സിലായില്ല. ഇവിടുത്തെ ആ ഫ്ലോയിൽ പിന്നെ പഠിച്ചെടുത്ത് പത്തലൂങ് ഇങ്ങനെ പറഞ്ഞാലേ ഇവിടുത്തെ ആർക്കൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ. ഇനി ഇവിടെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇതാണ് പുള്ളിക്കാരിയുടെ വീടാണ് കേട്ടോ. പുള്ളിക്കാരി താമസിക്കുന്ന സ്ഥലമാണ്. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പരിസരം ഒന്ന് വിശദമായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ തടികളൊക്കെ ഉണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടേജൊക്കെ നല്ല രസമാണ് കേട്ടോ. ഈ തൂണൊക്കെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇതൊക്കെ കുറേയൊക്കെ റിനോവേഷൻ നടത്തിയതാണ്. എന്നാൽ പകുതി പഴയ സാധനങ്ങളൊക്കെ പുള്ളിക്കാരി എടുത്ത് വെച്ചു കണ്ടോ. മുകളിലേക്കുള്ള കാര്യങ്ങളൊക്കെ തുക്കിരിക്കുന്നുണ്ടോ. നമ്മൾ നാരങ്ങ പോലത്തെ സാധനമാണ് കേട്ടോ. ഉണ്ടോ നാരങ്ങ പോലത്തെ സാധനം കണ്ടോ. ഇവിടെ നാട് പോലെ തന്നെ മാങ്കോ. നാന നമ്മുടെ ഫ്രണ്ട് നാനയാണ് ഇവിടെ മാങ്കോ ഒക്കെ അങ്ങനെ എടുക്കുന്നതുണ്ട്. വാളംപുളി ഉണ്ടോ. വാളംപുളി, മുഴുത്ത വാളംപുളി കേട്ടോ. നോക്കിയേ ഉണ്ടോ വാളംപുളി. വേണ്ട, ഞാൻ വാങ്ങാൻ കൊണ്ട് വന്ന് ഉണ്ടോ. മാംഗോ തമറിൻ. തമറിൻ വെരി ബിഗ്. This one honey. Honey. Okay. Habi. തേനീച്ചക്കൂട്. ഇവിടെ തകർത്തോണ്ടിരിക്കുക കേട്ടോ. അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെയാണ് ഐലൻഡുകളെല്ലാം വരുന്നത്. ഇന്ന് കുറച്ച് മാറിക്കഴിഞ്ഞാൽ കാടും ഐലൻഡും എല്ലാം ഉണ്ട് കേട്ടോ. വാങ്ങാം. തേനീച്ചക്കൂടുണ്ട് ഇവിടെ. ഇനി 2-3 ദിവസം ഇവിടെ ആയിരിക്കും. അതിനുശേഷം പല സ്ഥലങ്ങളിലേക്കും പോകും കേട്ടോ. വേണ്ട, ആദ്യമേ ഇവിടുന്ന് തുടങ്ങും കേട്ടോ. ഇവിടെ ഇങ്ങനെ തട്ടുകളൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് കോഫി പിടിക്കാനും എല്ലാം അങ്ങനെയുള്ള സൗകര്യങ്ങളും. ഇതൊക്കെ റിനോവേഷൻ ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ പുതുക്കി പണിതാണ്. ഇത് കണ്ടോ, ഞാൻ നമ്മുടെ സ്വന്തം വീട് പോലെയാണ് നമ്മൾ തന്നേക്കുന്നത് കേട്ടോ. കണ്ടോ, ഇവിടെ കയറി വരുമ്പോൾ കണ്ടോ, ഇത് കണ്ടോ പഴയ സാധനങ്ങളൊക്കെ, പുള്ളിക്കാരിയുടെ പഴയ വീടിൻ്റെ സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. മുകളിലേക്ക് കയറുമ്പോൾ അടിപൊളി കേട്ടോ. ഇതെല്ലാം പുതുക്കി പണിതാണ്. എന്നാൽ പഴയ കുറേ കാര്യങ്ങൾ പുള്ളിക്കാരി കളഞ്ഞിട്ടില്ല. ഇത് കണ്ടോ, ഇവിടെ കുറേ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതെൻ്റെ ഈ സംഭവം ഉണ്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഉണ്ടോ, ഞങ്ങളുടെ മുറി ഉണ്ടോ. ഇത് നല്ല മുറിയാണേ. ഇതുണ്ടോ, ചൂടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ചൂടുണ്ട്, നല്ല തണുപ്പുമുണ്ട്. കടിയും കൊണ്ട് പരിപാടി ഉണ്ടാക്കിയേക്കണം. സെറ്റപ്പല്ലേ. നമുക്ക് വലുഭാഗത്തേക്ക് പോവാം. ഇത് നമ്മുടെ നാട്ടിലെ പോലെ ഒരു ചായപ്പ് ഇവിടെയുണ്ട്. എല്ലാ സാധനവും ഇവിടെയുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അപ്പം നാനയുണ്ട്. നാനയുടെ ബന്ധക്കാരെല്ലാം അപ്പുറം ഇപ്പുറമൊക്കെയാണ്. ഫ്രണ്ട്സും എല്ലാം ജനിച്ചു വന്ന ഗ്രാമമാണ്. നാനയുടെ പേരക്കുട്ടികൾ ഇന്നലെ ഉണ്ടായി. ഞാൻ ഇന്നല്ലേ വന്നത്. ഫിറോസയ്ക്കൊക്കെ വന്നിട്ട് 2-3 ദിവസമായി. ഫിറോസക്കയുടെ ഫ്രണ്ടാണ്. അപ്പം ഇവിടെ ഇന്നലെ ഗ്രാൻഡ് ചിൽഡ്രനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കാണാൻ പറ്റിയില്ല. കാര്യം നമ്മളിനി ഇവിടുന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് ഒരു ഐലൻഡിലേക്ക് പോകണം കേട്ടോ. അടിപൊളി ഐലൻഡൊക്കെ ഉണ്ട്. ഇനി അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വില്ലേജ് കാഴ്ചകളും മറ്റുള്ള കാഴ്ചകളും എല്ലാം കൂടി മിക്സഡ് ആയിട്ട് നമുക്ക് കാണാം. ഞാൻ അവിടെ ഫിറോസക്ക ഇരിക്കണ്. നാനയുടെ ഫ്രണ്ട്
Nana, what is this? Sticky rice inside and banana inside. Sticky rice and banana inside. And what is this? This one sticky rice. Sticky rice. Yeah. Oh. What's this called? Yet, what's the name? Name Thai name Ah, Thai name khao tom mat. Kautamat. Okay. Inside. Okay. Inside sticky rice. Yeah. Eat. വേണ്ട ഇക്കാനെ എല്ലാവർക്കും അറിയാനും കേട്ടോ. ഇക്ക തായ്ലൻഡുകാരനാണ്. ഇവിടെ ഇക്കായ്ക്ക് ഒരു ചാനലൊക്കെ ഉണ്ട്. നമുക്ക് കൂടുതൽ നമുക്ക് വർത്താനൊക്കെ പറയാല്ലേ ഇക്ക? ഇപ്പൊ വന്നേ ഉള്ളൂ, ജോബി ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങളിനി വീഡിയോസ് ഒക്കെ ചെയ്യാം. നല്ല വീഡിയോസ് ഒക്കെ നല്ല കുറച്ച് വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ നമ്മള് കൊത്താവ് എന്ന് പറയുന്ന ഐലൻഡിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നൊക്കെ നല്ല വീഡിയോസുകളൊക്കെ നമുക്ക് ചെയ്യാം. ഇക്കാനൊക്കെ കൂടുതൽ പരിചയപ്പെടാം അല്ലേ? അതെ എല്ലാവർക്കും പരിചയപ്പെടാം. നല്ല കുറച്ച് വില്ലേജുകൾ. ഈ സിറ്റി ലൈഫ് എല്ലാവർക്കും അത്ര ഇതൊന്നുമല്ലല്ലോ. നമുക്ക് ഈ ബാങ്കോക്കിന്റെയും പട്ടായയുടെയും വീഡിയോ ഇഷ്ടംപോലെ കിട്ടും നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ അത് നമുക്ക് വേണ്ട. നമുക്ക് ഇതേപോലെയുള്ള ഗ്രാമങ്ങളിലെ ഗ്രാമീണ ജീവിതം തായ്ലൻഡിലുള്ള അതേപോലെയുള്ള നല്ല കുറെ വീഡിയോസുകൾ നമുക്ക് ചെയ്യണം, ഒന്നിച്ച് ചെയ്യാം. This one black sticky rice. ഓക്കെ. ഇത് റൈസ് സ്റ്റിക്കി റൈസ് ചേർത്തുണ്ടാക്കിയ സാധനം. അതിനകത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. പഴവും പിന്നെ അവിടെ റൈസ് അല്ലേ കുഴച്ചിട്ട് ഉണ്ടാക്കിയ സാധനം അടിപൊളി. നമ്മുടെ നാളെ കുമ്പളപ്പം തിന്ന ടേസ്റ്റ്. കുമ്പളപ്പത്തിന്റെ വേറൊരു ഫ്ലേവർ. അത് പക്ഷെ പഴത്തിൽ വെച്ചു. ഇത് അടിപൊളി കേട്ടോ. അധികം മധുരവും ഇല്ല. ഞങ്ങൾ എൻ്റെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. റൈസും ഇത് ചിക്കൻ ബനാന ഉണ്ട് കുട്ടികളുടെ സാധനം. ഇതൊരു കറി. ഇത് പിന്നെ മഷ്റൂമും ക്യാരറ്റൊക്കെ വെച്ച് ഉണ്ടാക്കിയത് കേട്ടോ. നല്ലതാ. എങ്ങുണ്ട്? നല്ല ഫുഡിലേക്കാ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഞാൻ കഴിക്കാൻ തുടങ്ങി കേട്ടോ. നോക്കട്ടെ എങ്ങോട്ടെന്ന്. ഇത് ബനാന. ആ ചിക്കനും കൂടി ഉണ്ട്. സ്പൈസി. ഇത് അടിപൊളി കേട്ടോ. എന്റെ വീട്ടിലൊക്കെ മഷ്റൂമും ഇത് അടിപൊളിയാണ്. മറ്റേ ചിക്കനും ബനാന ഇച്ചിരി സ്പൈസി ഉണ്ട്. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് സ്പൈസി കുഴപ്പമില്ല. മഷ്റൂമിൻ്റെ അടിപൊളി കേട്ടോ. ഞാനയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനയുടെ ഗേൾ ഫ്രണ്ട് സഹപാഠി ഒരുമിച്ച് പഠിച്ചതാണ്. വന്ന ബൈക്കുണ്ടോ? വന്ന ബൈക്കാണ് കേട്ടോ. ഞാനയുടെ കൂട്ടുകാരിയും ഇവിടെ ഒരുമിച്ച് ജനിച്ചു വന്ന് സ്കൂളിൽ പഠിച്ചതാണ്. പുള്ളിക്കാരി കൃഷിയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് പിന്നെ ഇവിടുന്ന് കുറച്ച് വേസ്റ്റൊക്കെ എടുക്കാറുണ്ട്. അതൊക്കെ വന്നാൽ കേട്ടോ. ഞാൻ പിന്നെ നമ്മുടെ ഫുഡ് കഴിച്ച് തുടങ്ങാം അല്ലേ? അവിടെ സാധനങ്ങളൊക്കെ അടിക്കൊണ്ടിരിക്കുക. ഞാനായിട്ടുണ്ട് ടുക് ബൈക്ക്. Nana, what is this? For drinking sweet from flour coconut. Okay. Coconut flour. Okay, that's cut flour and then what? okay. Like that, yeah. Original. Okay. Yes. This is what purpose? Like for skin? You can try. Okay. ഇവിടെ സാധനങ്ങളൊക്കെ കുറച്ച് എടുത്തുകൊണ്ട് പോവാണ്. ഇവിടെ മറ്റേ വീട്ടിലേക്ക് കേട്ടോ. ഫ്രണ്ടാണ്. ഇവിടെ ഒരുമിച്ച് പഠിച്ചവരാണ് കേട്ടോ. ഉടുപ്പ് ഇത് കണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ അവരുടെ ട്രഡീഷണൽ ഇവരിങ്ങനെയാണ്. ഇവിടെ ഉള്ള വില്ലേജിലൊക്കെ അമ്മച്ചിമാർ ഇങ്ങനെയാണ് ഡ്രസ്സ് ഇടുന്നത് കേട്ടോ. ഈ പേരക്കുട്ടി ഉണ്ടായി. ഇന്നലെ ഉണ്ടായിരുന്നു. അവനെ കാണാൻ പറ്റില്ല എനിക്ക്. 2 പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം അവരുടെ ബന്ധക്കാട് വീടാ കേട്ടോ. ആ ഓയിലില്ലേ, അത് ട്രഡീഷണൽ ഓയിലാണെന്നാണ് പറഞ്ഞത്. ഇത് മരുന്നൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണോ? ഇതൊക്കെ ഉണ്ട്. അവിടെയുണ്ട്. എന്നോട് പറഞ്ഞ് വേണേൽ അവിടെ പരീക്ഷിക്കാൻ പറഞ്ഞ്. ഇവിടെ കണ്ടിരിപ്പുണ്ട്. ഇതുണ്ടോ? എന്തൊക്കെ സാധനമുണ്ട്. കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. നല്ലൊരു ഇതാണ് സ്ത്രീയാണ് കേട്ടോ. ഞങ്ങൾ കുറേ കഥകൾ ഇവിടെയൊക്കെ നല്ല ജീവിതസൗകര്യമുള്ള സ്ഥലമാണ്. കൃഷിയും ഇത് പുള്ളിക്കാരി ബിസിനസ്സൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ? കോക്ടെയിലും മോക്ടെയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐലൻഡിൽ ഒരു ഇതുണ്ട്. അവിടെയാണ് പുള്ളിക്കാരി ഉണ്ട്. പുള്ളിക്കാരിന്
വേറെ ബിസിനസ്സും കൂടി തുടങ്ങാൻ വേണ്ടി. ഞാൻ വെളിഭാഗം കാണിച്ചാലായിരുന്നോ? വേണ്ട ഇക്കായി കണ്ട് ഇവിടെ വീഡിയോ എടുത്തുകൊണ്ട് തുടങ്ങണം. ഇക്ക വേണ്ട നല്ല സുന്ദര കുട്ടനായിട്ട് ഞാൻ ഇക്കായോട് പറയുമായിരുന്നേ. വല്ല നമ്മുടെ ജോബി ഇവിടെ നാനയുടെ വീട്ടിൽ നന്നായി എൻജോയ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തോണ്ട് ഇങ്ങനെ വിലസാണ്. ഞാൻ ഇക്കായോട് പറഞ്ഞേ നിങ്ങൾക്ക് വല്ല സിനിമയ്ക്ക് വല്ല അഭിനയിച്ചു കൂടായിരുന്നു. അത് ഒടുക്കത്തെ ഗ്ലാമറ മുടിയൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല നമ്മുടെ പണ്ട് നമ്മുടെ മഹാഭാരതം ഇല്ലേ, മഹാഭാരതം അത് ശ്രീകൃഷ്ണനും നാരദനൊക്കെ വരികയല്ലേ, അതേ ലുക്കാണ് കേട്ടോ. നമ്മളിനി നമ്മൾ ഏത് ഐലൻഡിലാണ് പോണേക്കാ നമ്മളിന്ന് വൈകുന്നേരം കൊത്താവ് എന്ന് പറയുന്ന ഐലൻഡിലേക്കാണ് ആദ്യം പോകുന്നത്. ഇക്ക വന്നിട്ട് ഇപ്പം എത്ര കൊല്ലമായി? 20 കൊല്ലം മുകളിലായില്ലേ? ഇക്കാടെ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. ആ സ്ഥലത്തിൻ്റെ പേരിനായിരുന്നു രേണു എന്നാ റെണോങ്. ഇക്ക സ്ഥലം റെണോങ്. ചൂടുണ്ട് കേട്ടോ. നോക്കിയാൽ മാങ്ങാൻ നിൽക്കാൻ നോക്കിയേ, ഇതാണ്ടൊക്കെ കണ്ണിമാങ്ങാൻ നിൽക്കണേ. ഇതുണ്ടോ ഞാൻ കണ്ടു എല്ലാ സാധനം. വാഴമ്പുളി കണ്ടു, ഇതുണ്ടോ കണ്ണിമാങ്ങ. കണ്ണിമാങ്ങ ഉണ്ടോ? ചെറിയ മാങ്ങ ഉണ്ട്. അവിടെയും വാളമ്പുളി ഉണ്ട് കേട്ടോ. അത് വാളമ്പുളി തന്നെ, വാളമ്പുളി നിറയെ ഉണ്ട്. പിന്നെ നമ്മളെപ്പോലെ ഇത് തന്നെ വഴികൾ. വേസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വരും തോന്നുന്നു. വേസ്റ്റ് വെച്ചേക്കുന്നുണ്ടോ വേസ്റ്റുകൾ. ഞങ്ങളിവിടെ ചുമ്മാ നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ ചെടിത്തുമാരെല്ലാം കൂടി വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയല്ലേ, ചുമ്മാ അവിടെ എന്തായി ഇവിടെ എന്തായി. അങ്ങനെ നാനയുടെ ഫ്രണ്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ ഫോർഗെറ്റ് ഹെർ നെയിം. നാന ഓക്കെ പുള്ളിക്കാരുടെ പേര് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നാന. അപ്പം നാനയും ഫ്രണ്ടുമായിട്ട് ഞങ്ങൾ അപ്പം നല്ല ഹെൽപ്പായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ഐലൻഡിലേക്ക് പോകും. ഞാനേ നമ്മളിലുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നമ്മൾ പോകും കേട്ടോ. അപ്പോൾ ഞാനെ പറയുക, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലിൽ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. നമ്മൾ സ്നോ ഒക്കെ കാണിച്ചു കൊടുത്തത്. സ്നോയൊക്കെ ഞാൻ സ്നോ വരുന്നതൊക്കെ വെരി കോൾഡ്. ഇന്നലെ ഞങ്ങൾ വെളിയിൽ അടിച്ചു പൊളിക്കാൻ പോകും കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ട് തരാം കേട്ടോ. ബൈ. നമ്മൾ ഇവിടുന്ന് ഇനി ഇറങ്ങും കേട്ടോ. റെഡിയായി കേട്ടോ. ഇവിടെ നമ്മുടെ നാനയും ഉണ്ട്, പിന്നെ നമ്മുടെ ജലീലിക്കയും ഉണ്ട്, ഫിറോസൊക്കെ ഉണ്ട് കേട്ടോ. നാനയും മറ്റേ കൂട്ടുകാരും കൂടി ഇരുന്ന് പൊറുറക്കുന്ന കേൾക്കണം കേട്ടോ. നമ്മുടെ നാനയും പുള്ളിക്കാരത്തി ഇരുന്ന് നമ്മുടെ നാട്ടിലൊക്കെ അമ്മച്ചിമാരൊക്കെ ഇരുന്ന് ഇല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരുന്ന് നാത്തൂനും ഇല്ലെങ്കിൽ അമ്മായിമ്മയൊക്കെ ഇരിക്കുമ്പോൾ പൊറുറുക്കുകയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യം അതോടെ ഇരുന്ന് പൊറുറുക്കണ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ നിന്നൊക്കെ ഇരുന്ന് എന്ന് പറഞ്ഞിട്ട് ചെറിയ സൗണ്ടിൽ അവിടെ നാടൻ ശൈലിയിൽ അവർ വർത്തമാനം പറയുവാടെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ. ഫിറോസിക്കയുടെ വൈഫ് ഇവരൊക്കെ കമ്പനിക്കാരാണ്. നമ്മുടെ ഫിറോസിക്ക കണ്ടാ നിൽക്കുന്ന ഇക്കടെ വൈഫ്. അവരിവിടുന്ന് 7 മണിക്കൂർ 8 മണിക്കൂർ മാറി ബാങ്കോക്ക് അടുത്താണ്. അവിടെയാണ് ഫിറോസിക്കയുടെ വൈഫൊക്കെ. ഫിറോസിക്കയുടെ വൈഫും ഇവിടുത്തെ കാര്യമാണ് കേട്ടോ. തായ്ലൻഡ് കാര്യമാണ്. ഇവരെല്ലാം കണക്റ്റഡ് ആണ്. എല്ലാം ഫ്രണ്ട്സും ബന്ധക്കാരും ഒക്കെയാണ് കേട്ടോ. വേണ്ട പോണ് നമ്മുടെ നാനയുടെ ഫ്രണ്ട്. ഞാൻ 2 വീഡിയോ എടുക്കുവാണേ. ഇക്കാക്കൻ ചാനലുണ്ട്. ബൈ. നമുക്ക് പിന്നെ ഓടിക്കാം അത് കേട്ടോ. നമുക്ക് സമയമുണ്ട്, നമുക്ക് ഓടിക്കാം. നമ്മൾ വന്നാകണം കൊണ്ടുവന്നായിരുന്നു തോന്നല്ലേ സാധനങ്ങൾ, ഗ്യാസ് അടുപ്പും ഇതൊക്കെ. ഇതാണ് നമ്മുടെ നാനാട് ടൗൺ കേട്ടോ. ചെറിയൊരു പത്തലോങ് വലിയൊരു സിറ്റിയാണ്. പത്തലോങ്ങിന്ന് നമ്മൾ ഈ സ്ഥലത്ത് വന്നു കേട്ടോ. I forgot the city name. What's the city name? Korkanoon. Okay. എനിക്ക് പ്രൊനൗൺസ് ബുദ്ധിമുട്ടാണ്. ഇവിടെ 26 കൊല്ലം ഉണ്ടായത് ഇക്കയ്ക്ക് പോലും ബുദ്ധിമുട്ടായിരിക്കും. ഫിറോസിക്കൊക്കെ എളുപ്പമായിരിക്കും പ്രൊനൗൺസ്. ഞാൻ പത്തലൂങ് ഇന്നലെ പറഞ്ഞില്ലായിരുന്നു. ഞാനിവിടെ വന്നിട്ട് പത്തലൂങ് എന്ന് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാകുന്നില്ല. പത്തലൂങ് ഇങ്ങനെയായിട്ട് പറഞ്ഞു, അതാണ് മനസ്സിലാവുള്ളൂ ഇവിടെ. ഈ വഴിയൊക്കെ നമ്മൾ തിരക്ക് കുറഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ. ടൗണിൽ നിന്നൊക്കെ ഒട്ടൊരു മാറിയാണേ. 1 മണിക്കൂറൊക്കെ മാറിയാണ്. നല്ല കണ്ടോ വഴിയൊക്കെ കണ്ടോ, നല്ല വലിപ്പമുണ്ട് കേട്ടോ. വഴിക്ക് നല്ല വലിപ്പം. കടകളൊക്കെ കയറ്റി നേരത്തെ ഗവൺമെൻറ് അഡ്വാൻസ്ഡാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലോ നമ്മൾ തായ്വാനെയൊക്കെ കാണുന്നില്ല, തായ്ലൻഡിനെ കാണുന്ന വേറൊരു ഇതിലാണ്. ഇല്ലെങ്കിൽ വികസിത രാജ്യമല്ല ഇതല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര വികസിതമായിട്ട് ഉള്ള സ്പേസിൽ അവരത്
നല്ല രീതിക്ക് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല മനുഷ്യരെ കേട്ടോ, സമാധാനപൂർവ്വം. അവർക്ക് ഏത് ബിസിനസ് ഉണ്ടെങ്കിലും അവരെ ആസ്വദിച്ച് ചെയ്യും. ഞാൻ നേരത്തെ ഇന്നലെ അങ്ങനെ ജലീലൊക്കെയായിട്ട് സംസാരിച്ചിട്ട് ഇക്ക പറഞ്ഞത് പൈസ ഉണ്ടോ ഇല്ലയോ എന്നല്ല, ആ ഉള്ള പൈസേനെ അവർ എൻജോയ് ചെയ്തവർ ജീവിക്കും. നമുക്കൊക്കെ അല്ലേ കൂടുതൽ വേണം, കൂടുതൽ അദ്ദേഹം പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. നമുക്ക് കൂടുതൽ വേണം എന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ. അതുപോരാ. അപ്പോൾ ഉള്ളതും കൊണ്ട് ഈ ഞാനൊക്കെ ആണെങ്കിലും ഫുഡൊന്നും അധികമൊന്നും നമ്മളെപ്പോലെ ഒന്നും കഴിക്കില്ല കേട്ടോ. അത്യാവശ്യമുള്ള നല്ല ഫുഡുകൾ കഴിച്ച് അത് ശരീരത്തെ ആവശ്യത്തിന് കലോറിയൊക്കെ ആയിട്ട് പുള്ളിക്കാരി തന്നെ പോകും. ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ട് പോലില്ല. ചെറിയ എണ്ണയൊക്കെ വീട്ടുപിടുത്തൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുള്ളൂ. എന്നാൽ നല്ല ആരോഗ്യമായിട്ടാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. നമ്മളൊക്കെയാണ് ഈ പ്രശ്നം. പിന്നെ ഇവിടെ വണ്ടികൾ എല്ലാത്തരം വണ്ടികളുണ്ട് കേട്ടോ. ഇന്ത്യയിലുള്ള വണ്ടികളുണ്ട്, ഏതാണ്ട് കാനഡയിലുള്ള വണ്ടികളുണ്ട്. ഇവിടെ സ്വിഫ്റ്റ് ഞാൻ കണ്ട്, നമ്മുടെ സ്വിഫ്റ്റ് കാറ്. പിന്നെ കാനഡയിലുള്ള ഒട്ട വണ്ടികളും ഇവിടെയുണ്ട്. അപ്പം ദുബായിലുള്ള വണ്ടികളുണ്ട്. എന്തൊക്കെ അതാണ് സ്വിഫ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ നാട്ടിൻ പ്രദേശമുള്ളതും വിദേശ രാജ്യങ്ങളും എല്ലാം ഉണ്ട്. ഇതെൻ്റെ വഴിയിലായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരി തന്നെയാണെങ്കിൽ നല്ല വെയിലടിക്കാതെ നല്ല പക്ക നല്ല ക്ലീൻഡായിട്ട് പുള്ളിക്കാരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല പായ്ക്കലെല്ലാം വൃത്തിയുടെ കാര്യത്തിലെല്ലാം നല്ല പക്ക വൃത്തി, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് പോയിസൺ വരുന്നത് പല രീതിക്ക് വരാം. നമ്മൾ യാത്രയുടെ ഇതെല്ലാം വരും. ഇവർ നല്ല രീതിക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പുള്ളിക്കാരി നല്ല മറത്തിയാണ് പോകുന്നത് കേട്ടോ. നല്ല ഡ്രൈവർ വിളിക്കാറ്റ് കേട്ടോ. അതെ നമ്മൾ യൂത്ത് വന്നല്ലേ വിളിക്കാറ്റ് പോകുന്നത്. അതെ. അല്ല അവിടെ ഒരു ഇതുണ്ടെന്നാ പറഞ്ഞേ, മറ്റേ അതെ. പിന്നെ ഈ ഹൈവേലെല്ലാം കൊളുത്തിയാ പോകുന്നു ഇവര്. ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതേ, ഈ ഏഷ്യൻ വംശീയുണ്ടല്ലോ, അതിൽ തായ്ലാൻഡുകാർ, ഫിലിപ്പീൻസ്, കംബോഡിയ, വിയറ്റ്നാം ഇങ്ങനെയുള്ളവരിൽ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളത് പഠിച്ചെടുക്കും. ഭയങ്കര ഹാർഡ് വർക്കേഴ്സുമാണ് അവർ കാര്യങ്ങൾ പഠിച്ചെടുത്ത് നല്ല ഡിസിപ്ലിൻ അവർ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും കേട്ടോ. നമ്മൾ പല രീതിക്ക് ഇവരെ കുറ്റങ്ങൾ പറയുമെന്ന് പറഞ്ഞാലും നമ്മൾ പോയി പെടുന്നതാണ് പല കാര്യങ്ങളും. നമ്മുടെ ആവശ്യമില്ലാത്ത പല ക്രേവുകൾ കൊണ്ട് പോയി നമ്മൾ പൈസ കളയുന്നു, ഇല്ലെങ്കിൽ മറ്റുള്ള മേഖലയിൽ പോയിട്ട് കളയുന്നതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത്. എന്നാൽ ഇവരിൽ നല്ലവരും ഉണ്ട്, സ്മാർട്ടായിട്ടുള്ള വേയിൽ ഇവർ അധ്വാനിച്ച് ഇതുണ്ടാക്കുന്നവരുണ്ട്. പിന്നെ ഇവരെല്ലാം ഇവരുടെ കളറായിക്കോട്ടെ, ഇവരുടെ മുഖഭാവങ്ങളായിക്കോട്ടെ എല്ലാം ഒരേ സ്റ്റൈലാണ്. എന്നാൽ നമ്മൾ പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശുകാർ അങ്ങനെയുള്ളവരെല്ലാം വേറൊരു ലുക്കാണ്. ഇവരെ കണ്ടിട്ടില്ല, ഇവർ വേറെ ലുക്ക്. ഇവരുടെ എല്ലാം ഹാബിറ്റുകളും ഏകദേശമൊക്കെ ഒരു സംസ്കാരം ഒന്നാണ്, ഭക്ഷണരീതിയൊക്കെ ഒന്നാണ്. കൂടാതെ തന്നെ ഞാൻ വീണ്ടും പറഞ്ഞു, ഹാർഡ് വർക്കേഴ്സാണ് ഇവരെല്ലാം. ഒരു ഭൂരിഭാഗം പേര് ചുമ്മാ ഇരിക്കുകയല്ലോ കേട്ടോ. കൂടാതെ നല്ല കഴിവുള്ളവരാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇപ്പം തന്നെ വണ്ടി ഓടിക്കാൻ നോക്കി പുഷ്പം പോലെ പുള്ളിക്കാരി കാര്യങ്ങളെല്ലാം, വണ്ടി ഓടിക്കാൻ മാത്രമല്ലല്ലോ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം ഞങ്ങൾ ആ വേസ്റ്റും ഇതൊക്കെ അവിടെ വെക്കുമ്പം ഞങ്ങളെ കൊണ്ട് ഇടിപ്പിക്കാതെ പുള്ളിക്കാരി തന്നെ ക്ലിയർ ചെയ്ത് എല്ലാം വീട്ടിലെ സാധനങ്ങളെല്ലാം കൂട്ടുകാരിക്ക് അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞങ്ങളിത് പോരുന്നത്. ഞാനും തന്നെ ജലീലിക്കയും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്നലെ ഞാൻ ആ ബസ്സിൽ ഇരുന്നപ്പോൾ ഞാനിത് വീഡിയോയ്ക്ക് ഇത് പറഞ്ഞു തോന്നുന്നു കേട്ടോ. ഞാനിവിടെ വന്ന് ഇക്കായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇക്കായത് പറഞ്ഞു, എന്താണെന്നല്ലേ ഈ ഭൂപ്രകൃതി ഉണ്ടോ, ഈ ലാൻഡ്സ്കേപ്പ് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ, പക്ഷേ ഇപ്പോഴത്തെ നാടല്ല, പഴയ നാട്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം ഞാൻ ഓർക്കുന്നു, ഇങ്ങനെ നല്ല പച്ചപ്പായിട്ട് മരങ്ങളും ഇതൊക്കെ ആയിട്ട് നല്ല രസമായത് വഴികൾ കാണും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് വല്ലതും ഉണ്ടോ? ഞാൻ ഓരോ അവധിക്ക് വന്നു കഴിയുമ്പോഴും ഭയങ്കര ഡ്രൈ ആണ്. അത് പച്ചപ്പേ ഇല്ല, മരങ്ങളെല്ലാം കുറഞ്ഞു, വഴിയിലൊന്നുമില്ല. ഒരുമാതിരി ഒരു വരണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ വാരണാസി, കാശിയിൽ പോയി, ഊട്ടി പോയി, അവിടെ എല്ലാം നമ്മുടെ എന്താ പറയുക നല്ല പച്ചപ്പ് ഇതൊക്കെ ആയിട്ട് ഭംഗിയാണ്. പക്ഷേ എന്തോ നമ്മുടെ നാട് എന്തോ ഇങ്ങനെ ഒരു എന്താ പറയുക പൈശാചികത പോലെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ തിരിച്ചു വരവ് ഇനി എന്നുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ ഈ സ്ഥലമൊക്കെ എന്ത് നല്ല ഭംഗിയാണെന്നോ നോക്കി. നമ്മുടെ പുറകിൽ ജലീലിക്കയുണ്ട് കേട്ടോ. ജലീലിക്ക കുറേ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം മലേഷ്യ പോയിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇക്കയുടെ എക്സ്പീരിയൻസ് പറഞ്ഞത് വളരെ കറക്റ്റാണ് കേട്ടോ. നമ്മൾ കേരളത്തിലുള്ളവരാണ് വലിയ സംഭവമാണ്, ഭയങ്കര വൃത്തിയുണ്ട്, നമുക്ക് വലിയ കാര്യങ്ങളും അറിയാം എന്ന ധാരണയൊക്കെയാണ് നമുക്ക് പൊതുവേ ഉള്ളത്. ഞങ്ങളിപ്പോൾ ഞങ്ങൾ വില്ലേജ് റൂട്ട് വഴിയാണ് ഞങ്ങൾ പോകുന്നത്. ടൗണുകളൊന്നും ടച്ച് ചെയ്യാതെ ഞങ്ങളൊരു ഹൈവേ വഴി പോവാണ് കേട്ടോ. ഞങ്ങൾ എന്തോരം ഗ്രാമപ്രദേശങ്ങളും വീടുകളും എല്ലാം കണ്ട്. ഇവിടെ പറയേണ്ട 3 കൂട്ടം കാര്യങ്ങൾ ഞാനും ജലീലിക്കയോട് സംസാരിച്ചപ്പം പ്രധാനം ഒന്ന്, ഇവിടെ 2-4 വീടുകളോ 3-4 വീടുകളോ ഒന്നും കണ്ടില്ല. ഈ വന്ന വഴികളെല്ലാം വലിയ അത്യാവശ്യം വീടുകളുണ്ട്, പക്ഷേ
3 നിലയോ 4 നിലയോ ഒന്നുമില്ല. അത്യാവശ്യം 2 നില വീടുകൾ മാത്രമല്ല കേട്ടോ, അതിനേക്കാൾ പ്രധാനം കെട്ടിടങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതെല്ലാം 1 നില 2 നില ആയിരിക്കും, അതിനേക്കാൾ 5ഉം 10ഉം നിലയില്ല. പക്ഷേ അത് ടൗണിൽ പട്ടായയിൽ കാണാതിരിക്കും, വലിയ വലിയ ഫുക്കറ്റ് ടൗണുകളിൽ കാണാം ഹോട്ടലുകളിൽ. ഈ വഴികളൊന്നും ഇല്ല. മിക്ക പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ ഈ ബുദ്ധമതം ഫോളോ ചെയ്യുന്നവരാണ്. ബുദ്ധമതം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷമ, ഇല്ലെങ്കിൽ ഇച്ചിരി സഹനം, ഇപ്പം അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞു, ഇപ്പം ഒരു പ്രധാനപ്പെട്ട സിറ്റിയിൽ പട്ടായയിൽ ഈ വണ്ടികളുണ്ടല്ലോ, ഷെയർ ടാക്സിയിൽ അങ്ങനെയുള്ള വണ്ടികളിൽ അവർ 100 വണ്ടികൾ ഇങ്ങനെ അടുങ്ങി നിൽക്കും. ഇല്ലെങ്കിൽ ഒരു 10-25 വണ്ടികൾ അടുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ മുന്നിലത്തെ ആള് ഡ്രൈവർ ഇറങ്ങി, യാത്രക്കാർ ഇറങ്ങി പൈസ എല്ലാം വാങ്ങിച്ചിട്ട്, അപ്പോൾ അതിന് പുറകെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇയാളുടെ വണ്ടി ഒരൊറ്റ വഴി കാണുള്ളൂ. അപ്പോൾ ഇയാളുടെ പരിപാടി പൈസ കഴിഞ്ഞ് ഇയാൾ മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ. അടുത്ത വണ്ടിക്കാരൻ ആ പുള്ളിയുടെ പുറകെ വന്ന് ഇതുപോലെ തന്നെ ആൾക്കാരെ ഇറക്കും, പൈസ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഓട്ടോക്കാരായിക്കോട്ടെ വണ്ടിക്കാരായിക്കോട്ടെ പുറകെ നിൽക്കുമ്പം നമ്മൾ ഓണടിക്കും, നമ്മൾ അസ്വസ്ഥരായിരിക്കും. അത് എന്നിട്ട് മറ്റൊരാൾ പെട്ടെന്ന് പോകാൻ പറയും. ഇവിടെ അങ്ങനെ കണ്ടില്ല. രണ്ടാമതുള്ളത്, ഇവിടെ വഴിയെ പോകുമ്പം എല്ലാം നല്ല പീസ്ഫുൾ ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പം നമ്മുടെ പുള്ളിക്കാരൻ്റെ മുന്നിൽ ഒരു വണ്ടി വന്ന് ചെറുതായിട്ടൊന്ന് മുന്നിലേക്ക് കയറിയപ്പം പുള്ളിക്കാരത്തി ചെയ്ത് സൈലൻ്റായിട്ട് നിന്നേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ല, ഒരു ഹോണും അടിച്ചില്ല. അഡ്വാൻറ്റേജ് കണ്ട് പുള്ളിക്കാരത്തി ബ്രേക്ക് ചവിട്ടി. ഇന്നലെ ബസ്സുകാരനാണെങ്കിലും അങ്ങനെയൊക്കെയാണ് കാണിച്ചത്. എന്നാലും എമർജൻസി വന്ന് ആൾക്കാരിന് അറിവ് കൊടുക്കണം എന്ന പർപ്പസിൽ ഹോൺ അടിക്കും, അല്ലാതെ കൊടുക്കില്ല. പിന്നെ ഇക്കായിട്ട് സംസാരിച്ചപ്പം ഇവർ ഭക്ഷണം ആയിക്കോട്ടെ, പണം ആയിക്കോട്ടെ, ഇവർ ആവശ്യത്തിന് മതി, ആ ആവശ്യമുള്ള കാര്യങ്ങൾ വെച്ച് ഇവരത് കൈകാര്യം ചെയ്ത് കൂടുതൽ ആഗ്രഹിക്കുന്നവരല്ല കേട്ടോ ഇവിടെ ഉള്ളവർ. അതും മനസ്സിലായി. പിന്നെ പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയും വെടുപ്പുമായിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത്. ടെക്നോളജി ഉണ്ട്, എന്നാൽ ആ ഗ്രാമീണ ഇതൊന്നും ഇവർ കളഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങൾ വേണ്ട ഇവിടെ റെസ്റ്റോറൻറ്റിൽ നിർത്തുക കേട്ടോ. ഞാനോട് പറഞ്ഞ് ഞങ്ങൾക്ക് ട്രഡീഷണൽ ഫുഡുകൾ, ഇവിടുത്തെ നല്ല റെസ്റ്റോറൻറ്റ്, നമ്മുടെ നാട്ടിലൊക്കെ പൊറോട്ടയും ബീഫ് ഫ്രൈ ഒക്കെ കഴിക്കുകയല്ലേ, അങ്ങനെ ഇവിടുത്തെ എന്തെങ്കിലും ട്രഡീഷണൽ ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ നല്ല റെസ്റ്റോറൻറ്റിൽ നിർത്തിയതാണ് ഇവിടെ. ഇവിടെ എന്തൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെ കഴിച്ച സാധനം. Beef also, beef, Okay. soup beef. ഇത് കോംബോ ആണോ, ബുഫേ ആണോ, നമ്മളെല്ലാം കൂടി ഒന്ന് ചേരുന്നതാണോ? അങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഒരു ബെസ്റ്റ്. ഓക്കെ, അങ്ങനെയല്ലേ. Ani got fish na? fish แล้วก็ chicken ഓക്കെ, അത് 2 ഫിഷാണ്. อันนี้ fish ഉണ്ടോ അത് കണ്ടേക്ക്. fish อันนี้ fish เราไปกินหมู เอาไปกินหมู What is the difference? The blast from the pork. ഓക്കെ പോർക്ക്. യാ, Blast pork. ഓക്കെ. നമുക്ക് എന്നെ വാങ്ങിക്കണ്ടേ അപ്പം എല്ലാം? And then peanuts. പിന്നെ ഓക്കെ. Baby. നമ്മുടെ നാട്ടിലൊക്കെ വനിതാ ക്യാൻറ്റീൻ നിൽക്കുന്ന പോലെയുള്ള സ്നേഹമുള്ള ചേച്ചിമാരാണ് കേട്ടോ. അവർ വർത്താനൊക്കെ പറഞ്ഞ് എന്നോട് തമാശയൊക്കെ പറഞ്ഞ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. พยายามเลยรู้ว่าจะเอาเก็บเลยไม่ต้องใช้แล้ว ഞാൻ ഫിഷും എടുത്തു, ഇതും എടുത്തു. പിന്നെ ഈ സാധനം കൂടി എടുക്കാം. เอา ദിസ് വൺ, ഇതും എടുത്തു കേട്ടോ. จะยิบตู้หรือวันก่อนดูสิ ഈ സാധനം എടുത്തു. ป้ากันถ้าลูกค้าน้อยก็เอาดีๆให้ลูกค้าก่อน താങ്ക് യു. ลืมเอาไปให้ดีให้ถ้าเขา ഞങ്ങളെല്ലാം സെയിം. ആ, ഇവിടെ എപ്പോഴും ഇതുള്ള പച്ചക്കറിയും കാണാൻ കഴിക്കാൻ. ഐസ് ക്യൂബ് ഇട്ട വെള്ളം കഴിച്ചു തുടങ്ങും കേട്ടോ. ഇത് പച്ചിലൊക്കെ നമുക്ക് കഴിക്കുന്നത്. ഇത് സോസയിലൊക്കെ ഉണ്ട്, പച്ചിലയുണ്ട്, അങ്ങനെ സാധനങ്ങളെല്ലാം നമുക്ക് ഇതാണ്. കോഴിയുടെ തൊലി എല്ലാം ഉണ്ട് കേട്ടോ. ഏതാണ്ടൊക്കെ ടേസ്റ്റ് കുഴപ്പമില്ല, പിടിപ്പിക്കാം. ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു പ്രത്യേകതര ഒരു രുചികളൊക്കെ. ഇലകൾ കണ്ടോ, ഇതുണ്ട്. നമ്മുടെ പയർ സഹിതമുണ്ട് കേട്ടോ. പയറുണ്ട്, ഇത് പച്ചി കഴിക്കാനുള്ള. ഈ പയർ ഇതിനകത്ത് മുക്കിയിട്ട് കഴിക്കേണ്ടതാണ്. കുക്കമ്പർ, ഇതെല്ലാം പല രുചികളുള്ള ഇലകളാണ് കേട്ടോ. പല ഫ്ലേവർ, മിൻറ്റിൻ്റെ ഫ്ലേവറുണ്ട്, സ്പൈസി ഉണ്ട്, പല രുചികളുണ്ട് കേട്ടോ. പക്ഷേ ഈ മീനും ഇതൊന്നും കഴിച്ചിട്ട്
എനിക്കെങ്ങോ ഇതങ്ങ് രുചി ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇക്ക പറഞ്ഞ എല്ലാം ഒന്ന് പരീക്ഷിക്കണം, എല്ലാം ഒന്ന് നോക്കണം. ഇതെല്ലാം നോക്കി അത്യാവശ്യം കുഴപ്പമില്ല. എന്നിട്ട് ആട് കഴിക്കുന്ന പോലെ ചെളിയിലേക്ക് ഞം ഞം വേണ്ട അതുപോലെ തന്നെ വേറെ കളറുണ്ട് കേട്ടോ. ഇത് സ്പിനച്ചാന്നോ? ഓ സ്പിനച്ച് പച്ചക്ക കഴിക്കുന്നത് കേട്ടോ, സോസി മുക്കിയിട്ട് കേട്ടോ, അടിപൊളി. ഇത് കോഴിയുടെ മാറ്റി വെച്ച് വെക്കുക. കോഴിയുടെ ലിവർ ഉണ്ടായിരുന്നു, പിന്നെ കോഴിയുടെ വേറൊരു കറി, പിന്നെ റൈസ്. ഇതിനൊക്കെ ഒരു പ്രത്യേക രുചി, ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏതായാലും കഴിഞ്ഞു, ഞാൻ എഴുന്നേൽക്കാം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കഴിച്ചില്ലേ മറ്റേ അതിനകത്ത് സ്റ്റേ ചെയ്തിരുന്നു, മറ്റേ ബീഫ് സൂപ്പ്, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അതൊന്നും പറയാമല്ലോ. ഇത് നമ്മൾ ഇവിടെ നിന്നാണ് ഇനി കടലിലേക്ക് പോകുന്നത് കേട്ടോ. ഇവിടെ ഫെറീസ് ഉണ്ട്. ഇവിടെയുള്ള ഫെറീസിനെ കയറിയിട്ട് നമ്മൾ കടലിലേക്ക് പോകും. ബോട്ട് പോലെ അല്ലേ? നമ്മൾ ആ ഐലൻഡിലേക്ക്. ഓക്കെ സ്ട്രീറ്റ് ഫുഡുകളെല്ലാം ഉണ്ട് കേട്ടോ. ഈ സ്ഥലത്തിന് പേര് സുഹൃത്താനി കൊത്താവോ. നമ്മളിനി പോകുന്നത് കൊത്താവോ. ഇവിടെ വണ്ടി എടുക്കുന്നുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നത്.